എന്റെ മോന്റെ അച്ഛനെ തിരിച്ചു തരണേ ദേവി. എന്റെ മുകുന്ദേട്ടൻ കണ്ണു തുറന്നു എന്നുള്ള വാർത്ത ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ കേൾക്കണേ ദേവി. എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോനെ, അച്ഛന് സുഖായിരിക്കാൻ മോൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. മുകുന്ദൻ വിശാഖ നക്ഷത്രം, മൃത്യുഞ്ജയ പൂജ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കാർ ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്നൊരു ശ്രുതിയുണ്ട്. ആരെന്തൊക്കെ ചെയ്താലും നന്മയെ ഇല്ലാതാക്കാനാവില്ല. പൂജയിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ കണ്ടോ തിരുമേനി? ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാം ശുഭമായി തന്നെ കഴിഞ്ഞു. ഈ നടയിൽ വന്ന് മുടങ്ങാതെ ദേവിയെ ഭജിക്കുന്നതല്ലേ, ദേവി അദ്ദേഹത്തെ തിരിച്ചു തരും. ഇതൊരു പരീക്ഷണമായി കണ്ടാ മതി. തിരുമേനിയുടെ വാക്കുകളുടെ ധൈര്യം മതി എനിക്ക്. പൂജ കഴിഞ്ഞതോടെ മുകുന്ദേട്ടൻ വീണ്ടും കണ്ണു തുറന്നിട്ടുണ്ടാവും. ഞാനും മോനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ, കുറച്ച് പ്രസാദം അദ്ദേഹത്തിന്റെ നെറുകെ തൊട്ടുള്ളൂ. ശരി തിരുമേനി. വാ മോനെ. ഹലോ, രാഘവനാ? അല്ല, അവള് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയല്ലോ. അയ്യോ, എന്താ എന്താ രാഘവേട്ട? ആരെ വിളിച്ചേ? എന്താന്ന് വെച്ചാ വാ തുറന്നൊന്ന് പറ. വേഗം വണ്ടി എടുക്കാൻ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം. നിങ്ങളോട് വണ്ടി എടുക്കാനാ പറഞ്ഞത്. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോണെന്ന്. വാ മോനെ. ശ്രീദേവി മോനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ പറഞ്ഞത്. രാഘവേട്ട, കാര്യം എന്താന്ന് വെച്ചാ പറ. കേറ് ശ്രീദേവി, വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ കാര്യം പറയാതെ ഞാൻ ഇവിടുന്ന് ചലിക്കില്ല. പോയി ശ്രീദേവി. മുകുന്ദൻ നമ്മളെ വിട്ടു പോയി. അമ്മേ, അമ്മേ, അമ്മ എന്തിനാ അമ്മ കരയുന്നേ? അമ്മേ, അമ്മേ, അമ്മ എന്തിനാ അമ്മ കരയുന്നേ? പോയി മോനെ, മോന്റെ അച്ഛൻ പോയി. അച്ഛൻ എവിടെയാ പോയത്? ദൈവത്തിന്റെ അടുത്തേക്ക് അച്ഛൻ പോയി. ദൈവത്തിന്റെ അടുത്തൊന്നും അച്ഛൻ വരില്ലേ? പറയമ്മേ, ദൈവം അച്ഛനെ വിടില്ലേ? എന്റെ പൊന്നു മോനെ, നമുക്ക് ആരുമില്ലാതായി പോയി കളഞ്ഞില്ല മുകുന്ദേട്ട. ഇതിനായിരുന്നു എന്നോട് താലി അഴിക്കരുതെന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ ഉള്ളൊരുക്കി കരഞ്ഞിട്ട് എന്റെ ജീവനെ തട്ടിയെടുക്കാൻ എങ്ങനെ തോന്നി? എന്റെ മോനെ എന്നെ അനാഥരാക്കിയത് എന്തിനാ? അമ്മ കരയാതെ, ദൈവം അച്ഛനെ വിടും. ദൈവത്തിന്റെ അടുത്തുനിന്ന് എന്റെ അച്ഛൻ വരും. കരയല്ലേ അമ്മേ? എന്താ അച്ഛാ? എന്താ അമ്മേ? എന്താ എല്ലാരും കൂടി? താഴെ നടന്നുവെന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്താ അച്ഛാ? അത് മോളെ ശ്രീകുട്ടി, സത്യം പറ, നിനക്ക് എങ്ങനെ ഈ ഫോട്ടോ കിട്ടിയത്? ഇത് മുത്തശ്ശന്റെ മകന്റെ ഫോട്ടോ അല്ലേ? പിന്നെ ഇവിടെ കൊണ്ടുവച്ചോ ഈ കുലദ്രോഹിയുടെ ചിത്രം? ഇളയം അതോടെ വയ്ക്കാനാ പറഞ്ഞത്. മാറി നിക്കടി, അത് സഞ്ജുന്റെ അച്ഛനാ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ പാടില്ലെന്ന്? ഇവിടെ വേണ്ടാത്ത ഒന്നും വെച്ചേക്കണ്ട. ഈ ഫോട്ടോയിൽ ആര് കൈവച്ചാലും ഞാൻ കണ്ടു നിൽക്കില്ല. അതിന് ചങ്കൂറ്റുള്ളവരുണ്ടോ ഇവിടെ? ഉണ്ടെങ്കി വാ. ഈ ഫോട്ടോ ഇരിക്കുന്നത് നിങ്ങൾ ആരും അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലല്ല. ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട്ടില.
അതൊരു ചിത്രം മാത്രമാ, അച്ഛന്റെ ജീവനില്ലാത്ത ചിത്രം. ഈ ചിത്രം ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ വെക്കാൻ സമ്മതിക്കില്ല. അച്ഛനോട് ക്ഷമിക്കണം മോളെ. ക്ഷമിക്കാനാവാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തു പോയത്. അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കാനോ? 19 വർഷക്കാലം നീ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്റെ മോൻ ആ ഇരുട്ട് മുറിയില് ആത്മശാന്തി കിട്ടാതെ കഴിയുകയാണെന്ന് അവന്റെ അമ്മയായ ഞാനും അറിഞ്ഞില്ല. ഇവിടെ ഉള്ളവരെ പേടിച്ച് അവന്റെ ചിത്രത്തിന് മുന്നിൽ അന്ത്യത്തിരി വയ്ക്കാൻ നിനക്കും കഴിഞ്ഞില്ല. എന്റെ മോനെ ഞാനും മറന്നുപോയി അമ്മ. ഒരമ്മയ്ക്ക് മകളോട് തോന്നേണ്ട ഇഷ്ടം മകൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോടും തോന്നേണ്ടതാ. പെൺമക്കളെ അന്ധമായി സ്നേഹിച്ചു പോയ എനിക്ക് മകന്റെ ഭാര്യയായി കയറി വന്ന നിന്നോട് ആ സ്നേഹം തോന്നാതെ പോയി. നീ നിന്റെ സങ്കടം ഉള്ളിലൊതുക്കി ഈ കുടുംബത്തെ സ്നേഹിച്ചു. നിന്നോട് എങ്ങനെയാ മോളെ ഞാൻ മാപ്പ് ചോദിക്കേണ്ടത്? അമ്മ ഈ ദിവസം തന്നെ എന്നെ സങ്കടപ്പെടുത്തരുത്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. ഈ വലിയ കുടുംബത്തിൽ വന്നു കയറാൻ യോഗ്യതയുള്ളവളല്ല ഞാൻ. അതറിയാവുന്ന എനിക്ക് എങ്ങനെയാമ്മ നിങ്ങളോടൊക്കെ നീരസം തോന്നേണ്ടത്? ഈ വീട്ടിൽ ഒരാളോട് പോലും എനിക്കത് തോന്നിയിട്ടില്ല. ശ്രീദേവി എടുത്തിയെ ഞാൻ എന്റെ സ്വന്തം എടുത്തിയമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്ത് കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്നവളാ ഞാൻ. എന്നിട്ടും ഒരു വാക്ക് ശ്രീദേവി എടുത്തി എന്നോട് പറഞ്ഞില്ല. പൊടി പിടിച്ച മുറിയിൽ കഴിച്ചുകൂട്ടി എടുത്തിക്ക് നശിച്ച രോഗം വരില്ലായിരുന്നു. ആരെ അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മുറി വൃത്തിയാക്കി തരില്ലായിരുന്നോ? ആരും ഞാൻ കുറ്റപ്പെടുത്തില്ല കാവേരി. എന്റെ മോനോടും ഞാനിത് പറയാത്തതാ. മുകുന്ദേട്ടൻ എന്നെ അറിയാം, എനിക്ക് മുകുന്ദേട്ടനെ. ഞങ്ങൾക്കിടയിലേക്ക് ആരെയും വലിച്ചിഴക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. മോളെ, മുകുന്ദൻ എന്തുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പോയിട്ടും ഒരു കുഞ്ഞു പോലും അറിയാതെ നീ അവന് ആത്മാവ് സമർപ്പിച്ച് ജീവിച്ചു. പുരാണങ്ങളിൽ പോലും ഇതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ അർത്ഥം ഇന്നാണ് അച്ഛന് ബോധ്യം വന്നത്. എന്റെ മോൻ നിന്നെ മാത്രം വിട്ടുപോയിട്ടില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ പത്തരമാറ്റി പകട്ടുള്ളവളാ നീ. സതിയാണോ പാർവതിയാണോ നീ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് നിന്റെ മുന്നിൽ ഞാനും വസുമതിയും തോറ്റുപോയി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛൻ.
ആരുമില്ലാത്ത അനാഥയായ എനിക്കൊരു ജീവിതം തന്ന അദ്ദേഹം എനിക്ക് ഈശ്വരനാ. ആ ഈശ്വരനെ അല്ലാതെ ആരെ അച്ഛൻ ഞാൻ മനസ്സിൽ വെച്ച് പൂജിക്കേണ്ടത്? മോളെ, സഞ്ജു, സ്വന്തം സന്തോഷത്തെക്കാൾ വലുതായി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാ സഞ്ജു എന്ന് എനിക്കറിയാം. എന്റെ ചെയ്തികൾ സഞ്ജുവിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. സഞ്ജുവിന്റെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിയാതെ വന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. സഞ്ജുവിന് പ്രയാസമായെങ്കിൽ റിയലി സോറി. നീ എന്നോട് വന്ന് സോറി പറയുന്നു മോളെ. നിന്നോട് നന്ദിയും കടപ്പാടും പറയേണ്ടത് ഞാനല്ലേ? ആ സമയം ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സത്യത്തിൽ നീ എന്നെ തിരുത്തുകയായിരുന്നു. നീ നിന്റെ കടമയാ ചെയ്ത്. അതിൽ തെറ്റുണ്ടായില്ലെന്ന് സഞ്ജുവിന്റെ നാവിൽ നിന്ന് കേട്ടാ മാത്രം മതി എനിക്ക്. ഞാനൊരു ലോകം കീഴടക്കാൻ ആഗ്രഹിച്ചപ്പോ നീ കീഴടക്കിയത് എന്റെ മനസ്സിനെയാ. നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കണ്ടുമുട്ടിയ ആ നിമിഷത്തിന് ഞാൻ നന്ദി. ഉണ്ടായിട്ടില്ല. അച്ഛൻ ഇപ്പൊ ഹാളിൽ തന്നെ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒന്ന് തൊടാൻ ആരും ധൈര്യം കാണിക്കില്ല. സഞ്ജു അല്ല സ്വാധീന കവിത ഇളയമ്മ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നീ എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു തയ്യാറെടുപ്പെടുക്കായിരുന്നു. പെട്ടെന്ന് അച്ഛന്റെ ചിത്രം കൺമുമ്പിൽ വന്ന് വീണപ്പോ എനിക്ക് എന്റെ മനസ്സ് കൈവിട്ടു പോയി. ഇനി സഞ്ജുവിന് അച്ഛനെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അമ്മയ്ക്ക് ആരെയും പേടിക്കാതെ ത്രിസന്ധ്യയ്ക്ക് അച്ഛന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് വയ്ക്കാം. അമ്മയ്ക്കിനി പൊടി അടിച്ചുള്ള അലർജി ഉണ്ടാവാനും പോകുന്നില്ല. സത്യത്തിൽ നീ എന്റെ ഭാഗ്യവാസ്വാദി. ലവ് യു സോ മച്ച്. ലവ് യു സഞ്ജു.
അറിയില്ലമ്മേ. നീ എന്തിനാ മോളെ ശ്രീകുട്ടിയോട് അത് പറയാൻ പോയത്? അവൾ എങ്ങനെയാ പ്രതികരിക്കാന്ന് നിനക്ക് നന്നായി അറിയാവുന്ന കാര്യല്ലേ? കാഞ്ചനയും കവിതയും ഇവിടെ വിട്ടു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ അത് ചിന്തിക്കാതെ പോയല്ലോ. ചേച്ചിക്ക് മറുപടി പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നമ്മേ. അമ്മയുടെ മകൻ അച്ഛന്റെ ഫോട്ടോ എടുത്ത് മാറ്റം വരെ തയ്യാറായതല്ലേ? എന്നിട്ട് എന്തായി? എനിക്കിനി ആ മുറിയിലൊന്ന് പോകാൻ പറ്റൂ? അവിടെ ആരെങ്കിലും വന്നു കണ്ട വീണ്ടും ഒരു പൊട്ടിത്തെറി ചെന്ന് നിൽക്കും. ഞാൻ എന്റെ സങ്കടങ്ങളുമായി അവിടെ കഴിഞ്ഞുകൂടി പോയേനെ. നീ ഇതെവിടെ പോകുന്നു? എന്താ മോനെ? എന്താടാ? എന്തിനമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? അമ്മ എന്റെ മോനെ ശിക്ഷിച്ചെന്നോ? അമ്മയുടെ കണ്ണ് കലങ്ങരുതെന്നുള്ള ഒരാഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മയെ കാണാൻ വരുമ്പോ അമ്മ കരഞ്ഞിരുന്നു എന്ന് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോഴൊക്കെ അമ്മ ചിരിച്ചോണ്ട് എന്നെ നേരിട്ടു. അമ്മ സന്തോഷവതിയാണെന്ന് ഞാനും വിശ്വസിച്ചു. എന്നെ അമ്മ വീട്ടിയാക്കായിരുന്നല്ലേ? അമ്മ എല്ലാ ദിവസവും രാത്രി ആ ഇരുട്ട് മുറിയിൽ പോയിരുന്ന് ഹൃദയം പൊട്ടി കരയാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞില്ലമ്മ. ഇനിയൊന്നും പറയരുത് മോനെ. അതിനു വേണ്ടിട്ട് ആരും പഴിയും പറയരുത്. എന്റെ വേദനയ്ക്ക് പരിഹാരം കാണാൻ ഈശ്വരന് പോലും കഴിയില്ല. ദൈവത്തിലും കവിഞ്ഞ് എന്റെ മോനെ എന്തിനു കഴിയും? എന്റെ പാതി ജീവന പോയത്. അത് എന്റെ മാത്രം വേദനയാ. ആ വേദന മോന്റെ മുന്നിൽ പങ്കുവെച്ച് എന്റെ കുട്ടിയെ കൂടി സങ്കടപ്പെടുത്താൻ പാടില്ലെന്ന് ഒരമ്മ ചിന്തിച്ചത് ഒരിക്കലും തെറ്റല്ല. അമ്മയുടെ ഇനിയുള്ള പ്രതീക്ഷ എന്റെ മോൻ സന്തോഷത്തോടെ ജീവിച്ച് കാണാന്. നിന്റെ മുന്നിൽ അത് മാത്രമേ അമ്മ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അമ്മ എന്ത് പറഞ്ഞാലും ഒരു മകന്റെ കടമ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സ്വാതി പറഞ്ഞ ഓരോ വാക്കുകളും സത്യം. അമ്മ എനിക്ക് തന്ന സ്നേഹത്തിന് മുന്നിൽ അച്ഛനെന്ന വിളക്ക് ഞാൻ കാണാതെ പോയി. അച്ഛന്റെ ഒരു ഫോട്ടോ എങ്കിലും തിരയാത്ത ഞാൻ ഒരു മകനാണോ? എനിക്ക് കുറ്റബോധം സഹിക്കാൻ കഴിയുന്നില്ലമ്മ. ഇനിയും സ്വയം കുറ്റപ്പെടുത്തി സഞ്ജു അമ്മയെ വീണ്ടും സങ്കടപ്പെടുത്തരുത്. എന്റെ മനസ്സിലെ ഈ ഭാരം ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ. എന്റെ അമ്മയുടെ മുന്നിലല്ലാതെ ഞാൻ ഈ പാപഭാരം മറ്റെവിടെ ഇറക്കി വയ്ക്കുക?